മനാഫിൻ്റെ പേരങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ അതിവിദഗ്ധ ഫിലോസഫറും വിശകലന വിദഗ്ധനും നിരീക്ഷണവാദിയും ഒക്കെയായ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ വളരെ ഗൗരവമായി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്താണ് മനാഫിനെ ഒന്ന് പറയാൻ പറ്റുക എന്ന്. അങ്ങനെ ആരെങ്കിലും ഷൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രശസ്തരാകുന്നതോ ആരെങ്കിലും പ്രസക്തരാകുന്നതോ ഒന്നും നമ്മുടെ പണിക്കർ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അങ്ങനെ ആകാൻ ശ്രമിച്ചാൽ അതും പണിക്കർ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിക്ക് വിരുദ്ധമാണെങ്കിൽ അവരെ ആകെ അടിമുടി സൂക്ഷിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഗതി കണ്ടെത്തി ചെവിത്തോണ്ടി വെച്ച് ചെവിക്കാൻ എടുക്കുന്നത് പോലെ പണിക്കർ ചുരണ്ടി എടുത്ത് നല്ലപോലെ സൂഹിക്കും. ഈ ചെവിയിൽ ചിലതിടുന്നത് സൂഹിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അതുപോലെ പണിക്കർക്കൊരു സുഖമാണത്. ഏതായാലും കഴിഞ്ഞ ദിവസം മനാഫുമായി ബന്ധപ്പെട്ട് പണിക്കർ പറഞ്ഞത് വളരെ രസകരമായ കാര്യമാണ്. മരിച്ചുപോയ ആളിന് ശമ്പളം കൊടുത്തപ്പോൾ അത് ബെത്തയെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബെത്തയല്ല ശമ്പളവും ബെത്തയും തമ്മിലുള്ള വ്യത്യാസം ഒക്കെയാണ് പണിക്കർ ക്ലാസ് എടുക്കുന്നത്. പണിക്കർ ക്ലാസ് എടുക്കുന്ന ആർക്കാണെന്നറിയാവോ? ഇത് കൊടുത്തത് അർജുനാണ്. അർജുൻ മരിച്ച് അർജുൻ്റെ മൃതദേഹ ഭാഗവും കിട്ടി അതെല്ലാം ദഹിപ്പിച്ചപ്പോഴും മനാഫ് പറഞ്ഞതിൽ ബെത്തയും ശമ്പളവും തമ്മിൽ കൂടി കുഴഞ്ഞു പോയി, അതിലൊരു വലിയ ആന മണ്ടത്തരമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പണിക്കരുടെ കണ്ടുപിടുത്തം. പണിക്കരുത് പറയുന്നത് ഗുണകരമായൊരു കാര്യമാണ്. കാരണം ഈ അർജുൻ പോയ ലോകത്തേക്ക് ചെല്ലുമ്പോൾ അർജുൻ ഈ വാർഷിക കണക്കിൻ്റെ റിട്ടേൺസ് കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ ശമ്പളവും ബെത്തയും തമ്മിലുള്ള വ്യത്യാസം അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരുപാട് ടാക്സ് അടയ്ക്കേണ്ടി വരും. സത്യത്തിൽ ഇവരെയൊക്കെ ബുദ്ധിജീവിയും അല്ലെങ്കിൽ വലിയ വിശകലന വിദഗ്ധരുമൊക്കെയായി കാണുന്നത് വളരെ രസകരമായ കാര്യമാണ്. സാധാരണ മനുഷ്യർക്ക് എങ്ങനെയാണെന്നറിയാമോ? എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായി അതിലൊരു നന്മ കണ്ടു, പിന്നെ അതൊരങ്ങ് അമിതമാവുകയാണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നോ അത്തരം കാര്യങ്ങളോ ഒക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കരെ പോലെ ഒരാളാവുന്നത്? അദ്ദേഹം ഭരണഘടനയുടെ ഒരു പ്രത്യേക പേജ് വരെ മാത്രം മറിച്ച് അത് വായിച്ച ശേഷം അവിടെ വെച്ച് അത് മടക്കി വെച്ച ആളാണ്. പിന്നീടുള്ള പേജുകളിലുള്ള ചിത്രങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും കണ്ടില്ലെന്ന് മാത്രമല്ല, അത് ചോദിച്ചവരോടെല്ലാം പണിക്കർ സാർ അവസാനം വിശദീകരിച്ചത് ഞാൻ പറഞ്ഞത് ആ പേജിൻ്റെ കാര്യം മാത്രമാണ്, വേറെ പേജിലുള്ള പടങ്ങളെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, അപ്പം ഞാൻ എങ്ങനെ കള്ളം പറയും എന്നുള്ളതാണ് പണിക്കർ സാറിൻ്റെ ചോദ്യം. പണിക്കർ സാർ വളരെ സെലക്റ്റീവായി വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ആളാണ്. ഇപ്പോൾ പണിക്കർ സാർ തന്നെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സമയത്താണ് അത്തരം ഒരു നിരീക്ഷണമായിട്ട് വന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ ഈ മനാഫോ അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ MLA മാരോ നാട്ടുകാരോ മാൽപ്പയോ അങ്ങനെയുള്ളവരൊക്കെ അവിടെ നിന്ന് കാറ്റും കൊണ്ട് തണുപ്പും കൊണ്ട് ഇത്രയും ദിവസം അവിടെ നിന്ന് ഈ പറഞ്ഞ ഒരുത്തൻ്റെ മുതലും പോയി വകയും പോയി എല്ലാം പോയി, എന്നിട്ടും അവൻ അവിടെ തന്നെ നിന്ന് അതിന് വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്ത് അത് പുറത്തെടുത്തപ്പോൾ അവൻ പത്രക്കാരോട് പറഞ്ഞപ്പോൾ ഈ ശമ്പളം കൊടുത്ത കണക്ക് പറഞ്ഞപ്പോൾ ബെത്തയെന്നോ ശമ്പളമെന്നോ പറഞ്ഞു. എല്ലാ ആനുകൂല്യങ്ങളും ചേർത്താണ് കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ആ ശമ്പളം മാറി ബെത്തയായി എന്നുള്ളതാണ് പണിക്കർ സാറിൻ്റെ കണ്ടെത്തൽ. ബെത്തയോ മെത്തയോ എന്തു ആവട്ടെ, ഒരാൾ മരിച്ചു, ആ മരിച്ചവൻ്റെ കുടുംബത്തിന് അവൻ്റെ ഡെഡ് ബോഡി കിട്ടി, അവന് ജോലി കിട്ടി, ഇതെല്ലാം ചെയ്തു, അതിൻ്റെ ഒരു ഉടമ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ പറയുന്ന സംഗതിയിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നന്മ പറയൂ, എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യം പറയൂ, എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യം പറയൂ. അതിന് പകരം ബെത്ത കൊടുത്തതും മെത്ത കൊടുത്തതുമായി വിശദീകരിക്കുന്ന സാക്ഷാൽ ആ വിശദീകരണ വിദഗ്ധൻ്റെ പേരാണ് പണിക്കർ അദ്ദേഹം. ഞാനത് കഴിഞ്ഞ ദിവസമാണ് പണിക്കർ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടത്. നിങ്ങൾ കണ്ടോയെന്നറിഞ്ഞില്ല, അതിൻ്റെ ഒരു ചെറിയ ഭാഗം വേണമെങ്കിലൊന്ന് കേട്ടോ. എന്ന നിലയ്ക്ക് പറയുന്നതിനും ഒരു പ്രത്യേകമായിട്ടുള്ള കാരണം ഇവിടെ മനാഫ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വിചിത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. മനാഫ് പറയുന്നത് അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭ്യമാകുമ്പോൾ അത് ഈ പറഞ്ഞിരിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും നൽകുക എന്നാണ്. അർജുന് ഏതാണ്ട് 30-32 വയസ്സാണ് പ്രായം. അതുകൊണ്ട് ഏതാണ്ട് 60 വയസ്സ് വരെ അദ്ദേഹം ഒരു ഏണിംഗ് മെമ്പറായിട്ട് തുടരുകയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴുണ്ടായിരുന്ന സാലറി 75,000 ആണെങ്കിൽ അതിന് ആനുപാതികമായിട്ടായിരിക്കും അടുത്ത 30 വർഷത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ കപ്പാസിറ്റിയെ പറ്റി ഇൻഷുറൻസ് കമ്പനികളാണെങ്കിലും കോടതികളാണെങ്കിലും ഒക്കെ തന്നെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉയർന്ന തുക പറഞ്ഞാൽ അതൊരു നാക്കിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉയർന്ന തുക പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ട് അർജുന്റെ കുടുംബത്തിന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും എന്ന രീതിയിലാണ് അവരിതിനെ അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ തങ്ങൾ ഇത് പറഞ്ഞതുകൊണ്ട് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ബെനിഫിഷ്യറി അർജുന്റെ കുടുംബമാണ് എന്ന് ഇവർ പറയുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരാളിന്റെ അപകട മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് മനാഫ് കൂടുതൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെ പറ്റി എല്ലാം പഠിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് എന്ന നിലയ്ക്കാണ് ഇന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള പത്രസമ്മേളനം. ഇതാണ് ആ ഇൻഷുറൻസിൻ്റെ തുകയും അതിലുള്ള ബെത്തയും സാലറിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പണിക്കർ പഠിപ്പിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പണിക്കർ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷനിൽ ചേർന്ന്
ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാം. എന്തെങ്കിലും മഹാദുരന്തങ്ങളോ അത്തരം കാര്യങ്ങളുണ്ടായി വിറങ്ങലിച്ച് ശങ്കിച്ച് പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് കബറടക്കി സമാധാനമാവുമ്പോൾ ആ സംഗതിയിലെ ആ പൊരുത്തക്കേടുകളുടെ വൈരുദ്ധ്യങ്ങളിലെ അന്തരാളങ്ങളിലേക്ക് അന്തരാത്മാവ് കടത്തിവിട്ട് അദ്ദേഹം നടത്തുന്ന ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം അനുയായികൾ കേൾക്കുകയും പണിക്കർ സാറിനെ പോലെ ചിന്തിക്കുന്ന ഒരാൾ കേരളത്തിലില്ലെന്ന് പറയുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.